We begin with mechanics and conventions of writing. Now, a part of mechanics of writing will be taken by myself, and the other part will be taken by Dr. Prashant Viji. He will be dealing with the MLA style and the conventions of writing. Meanwhile, I'll be doing the mechanics of writing. Now, what are the mechanics of writing? That's the question which we are dealing about. You have something known as voice modulation എന്നൊരു സംഗതിയുണ്ട്. You might have heard about it. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. I would like to give a small example from the movie ചോക്ലേറ്റ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചോക്ലേറ്റ് എന്ന് പറയുന്ന മൂവി. അതിൽ റോമയുടെ കഥാപാത്രം അവതരിപ്പിക്കുന്ന കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തോട് സംസാരിക്കുന്നുണ്ട്. ചോക്ലേറ്റ് എന്ന് പറയുന്ന സിനിമയിൽ പൃഥ്വിരാജിന്റെ എൻട്രി എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു നോട്ടീസ് വായിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ അതിൽ അന്നമ്മോ എന്ന് പറഞ്ഞിട്ട് ഒരു രംഗമുണ്ട്. നീ ആ ലെറ്റർ ഒന്ന് വായിച്ചേടി, അതിനകത്ത് വള്ളിയും പുള്ളിയും കോമയും കുത്തും ഒന്നും വിടാതെ വായിക്കണം എന്ന് പറയുന്ന ഒരു രംഗം നിങ്ങൾ ചിലപ്പോൾ ഓർക്കുന്നുണ്ടാകും അല്ലെ? ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹാവിങ് punctuations or punctuation marks in our writing. നമ്മൾ സംസാരിക്കുന്ന സമയത്താണെങ്കിൽ you have something called as voice modulation to adjust the meaning of what you are talking. But what happens when you are writing something? എഴുതുന്ന സമയത്ത് how are you going to modulate your writing? That is what we are going to discuss about. Friends, so shall we move to the next slide? Unit 6, page number 94. So please go on to the chapter 94 എന്ന് പറയുന്ന പേജ് നമ്പറിലുള്ള മെക്കാനിക്സ് ഓഫ് കൺവെൻഷൻസ് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സോ പ്ലീസ് ടേക്ക് ഔട്ട് യുവർ ടെക്സ്റ്റ് ബുക്സ്. നൗ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹാവിംഗ് പങ്ക്ച്വേഷൻ ഇൻ റൈറ്റിംഗ്? യു ഹാവ് എ സെന്റൻസ് ബീൻ ടേക്കൺ ഫ്രം യുവർ ടെക്സ്റ്റ് ബുക്ക് ഇറ്റ്സെൽഫ്. സോ നിങ്ങൾ നെറ്റിലൊക്കെ ഒന്ന് ചുമ്മാ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ഇമ്പോർട്ടൻസ് എന്നുള്ളത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സേ punctuations can actually save lives എന്നാണ് പറയുക. Punctuations can actually save lives. There is an example which has been taken from the textbook itself. Let's eat grandma. എന്താ അതിനർത്ഥം? ആദ്യത്തെ പിക്ചർ, മുകളിലുള്ള പിക്ചർ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ലെറ്റ്സ് ഈറ്റ് ഗ്രാൻഡ്മ, നമുക്ക് ഗ്രാൻഡ്മയെ തിന്നാം. അതാണ് പ്ലേറ്റിനകത്ത് ഗ്രാൻഡ്മേനെ ഇറക്കി വെച്ചിട്ട് a fork is being seen there, isn't it? Okay, now the second sentence, let's eat grandma. And what is the meaning? നമുക്ക് കഴിച്ചാലോ grandma? Which one would you prefer? Obviously the second one, isn't it? നമുക്ക് ഗ്രാൻഡ്മയെ തിന്നാം എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്, ബട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം അല്ലേ ഗ്രാൻഡ്മ എന്നുള്ളതാണ് ചോദ്യം. So that is the importance of having punctuation marks in Subin, I just would like to add a story, Subin. Sir, please go ahead. So once a culprit was actually decided to be hanged. അയാളെ തൂക്കി കൊല്ലാൻ വേണ്ടി പറയും. രാജാവ് ഒരു ലെറ്റർ കൊടുത്തയക്കും. അന്ന് രാജാവിന്റെ ലെറ്റർ വേണല്ലോ തൂക്കി കൊല്ലണമെങ്കിൽ, തലവെട്ടാൻ മതി. അപ്പോ ലെറ്റർ കൊടുത്തപ്പോൾ അതിൽ എഴുതിയിട്ടുള്ളത് ഹാങ് ഹിം, നോട്ട് ലെറ്റ് ഹിം ഗോ. ദിസ് വാസ് എ ടെക്സ്റ്റ്. പക്ഷെ കോമിട്ട് മാറിപ്പോയി. നോട്ട് കഴിഞ്ഞിട്ടാ കോമിട്ടത്. അപ്പൊ എന്താ വെച്ചാൽ ഹാങ് ഹിം നോട്ട് ലെറ്റ് ഹിം ഗോ ആയി. ലെറ്റ് ഹിം ഗോ ആയി. ഒരു കോമ ഹാസ് ആക്ച്വലി സേവ്ഡ് എ ലൈഫ്. സേവ്ഡ് ഹിസ് ലൈഫ്. ഓക്കെ. സോ അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ ഇതുപോലെ ചിലപ്പോൾ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ചില കഥകളിലായിട്ടൊക്കെ നിങ്ങൾ കണ്ടത് ചിലപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എനിക്ക് പ്രതീക്ഷ ഉണ്ടാവും ഒരു കാര്യത്തില്. So we were discussing about the importance of having punctuation marks in writing, and Prashant sir had added how a punctuation mark, a comma, had actually given life to a person. Now, punctuation. Now, what is a punctuation? And it's a definition which has been given in your textbook, page number 94. Now, why do you use a punctuation mark? It is actually to make your reader understand your message in the way you intended it. Now, that is the reason why I have put the thing into two different bullet points. I want you, my readers, my people who are getting the message to understand the way in which I intend it. And it is also known as the traffic signals of language. There you can see a picture of a traffic post, or a signal post, which consists of the different punctuation marks there. I hope everyone can see it. Now, there comes another example from your own textbook. Punctuation is powerful. Now, how can you punctuate this particular sentence? A woman without her man is nothing. Now, how are you going to punctuate this particular sentence? Now, each person might punctuate it in a different way.
let's see how a man is going to punctuate it. Prashant sir, next one. Next please. A woman without her man is nothing. What is the meaning of that? A woman without a man is nothing. ഒരു സ്ത്രീ അവരുടെ കൂട്ടത്തിൽ ഒരു ആണില്ലെങ്കിൽ, അയാളുടെ അല്ലെങ്കിൽ അവരുടെ സ്പൗസ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇല്ലെങ്കിൽ, ഷീ ഈസ് നത്തിങ് എന്നുള്ളതാണ് ഒരു മീനിങ്. Now where is the comma being put? After woman and after man. Then last one, a woman without her man is nothing. ഒരു woman കഴിഞ്ഞിട്ട് അവിടെ ഒരു കോളനാണ് ഇട്ടിരിക്കുന്നത്. Without her man is nothing. അപ്പോൾ ഒരു സ്ത്രീ അവളില്ലാതെ ആണ് എന്ന് പറയുന്നത് ഒന്നുമല്ല. Now how the meaning changes exactly, isn't it? Okay, so next. Now academic writing includes different kinds of punctuation marks. We have 12 different punctuation marks coming out: comma, colon, semicolon, period, brackets, dash, hyphen, parenthesis and quotation marks. ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് വരുന്ന സ്ലൈഡുകളിൽ you have more things to discuss. So next, comma. Now what is a comma? It tells the reader to pause. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് if you want your reader to pause for a second, take a breath, അങ്ങനെ ഒരു അർത്ഥമൊക്കെ കൊടുക്കാൻ വേണ്ടതെങ്കിൽ നമുക്ക് comma യൂസ് ചെയ്യാം. You have the examples coming in from your textbook. After the എവിടേക്കാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് it's been seen there. Okay. Or when the word preceding the comma is part of a list. ഒരു ലിസ്റ്റിന് കൂട്ടത്തിലാണെങ്കിൽ, okay, for example, ഇങ്ങനെ നമുക്ക് സംസാരിക്കാം. In this class we have Dr. Premanand, Dr. Prashant VG and Subin Verghese. You have a list there. Now what are the rules for using commas in a sentence? First one, after the introductory word or a phrase. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് അതിനുള്ള ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. To begin with, let me introduce the purpose of my trip. Page number 95-ലാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. To begin with, comma, let me introduce the purpose of my trip. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ചാനൽ പ്രോഗ്രാംസ് ഒക്കെ കാണുന്ന സമയത്ത് അവിടെ സാധാരണഗതിയിൽ ഇങ്ങനെ പറയും, ആദ്യമായി നിങ്ങൾക്ക് മുമ്പിൽ ഇന്നയാൾ വരുന്നു. ആഫ്റ്റർ ദ വേർഡ് ആദ്യമായി you have a pause there, isn't it? Firstly. Okay, അങ്ങനെ ഒരു ഇൻട്രൊഡക്ടറി വേർഡ് അല്ലെങ്കിൽ ഫ്രേസ് കൊടുക്കുന്ന സമയത്ത് you can have this. Then when you have list of nouns in a sentences, example അവിടെ കൊടുത്തിട്ടുണ്ട്, fruits like papaya, berries, guava, apricot, pear, kiwi and peach are considered suitable to manage blood sugar. It was taken from your textbook itself. When you have a long range of nouns which are coming together. Then the next one, list of coordinating adjectives. Example കൊടുത്തിട്ടുണ്ട്, the budget room aggregators supply well-maintained spacious rooms at competitive prices. Adjectives, coordinating adjectives use ചെയ്യുന്ന സമയത്ത് you can use commas in between. Then to separate two independent clauses, രണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ക്ലോസസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും you can use a comma. Like the long tedious session on new tax reforms did not produce the desired effects. ഇതെല്ലാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള എക്സാമ്പിൾസ് ആണ്. Now, to separate interrupting words and expressions, ഇടയിൽ പറയുന്ന വാക്കുകളെ ഇന്ററപ്റ്റ് ചെയ്യുന്ന വാക്കുകളെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടും you can use a comma. Like and, but, for, or, nor, all those words can be used. Next one, sir. To give a quote, ഒരു quote കൊടുക്കാൻ നേരത്ത് you can give. Like, as a leader, Mahatma Gandhi bestowed tremendous faith in humanity. And he asked his disciples not to lose faith in humanity. Humanity is an ocean, so and so. When you want to give a quote from a person, ഒരാൾ പറയാൻ പോകുന്ന അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് you can use a comma. Next. Yeah. Can I add a point? Yeah, sir. Please. My dear students, നിങ്ങൾക്ക് ഈ കാറ്റഗറിയിൽ നിന്ന് you expect two kinds of questions. One is a short question, one is a comma, another may be a paragraph question. So when you try to answer the short question, you just define what is a comma and what is a use, right? If it is a paragraph question, you have to start with what is punctuation, then come to comma, then give 5 uses of comma, as it has been illustrated by Dr. Subin Verghese.
So you can use the examples from your text. If you find the examples tedious, you can go to Google and search for examples and then find out one. ഇപ്പൊ ഈ ക്ലാസ് കേട്ടിട്ട് എഴുതിയെടുക്കുന്ന ആൾക്കാർ ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണം. ഓരോ എക്സാമ്പിൾ എങ്കിലും ഓരോ പോയിന്റിൽ എഴുതണം, എന്നാലേ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. നെക്സ്റ്റ് ഈസ് സെമികോളൻ. Semicolon, as you understand, is a pause larger than comma but shorter than period. What is a period? Period means full stop. It is another word for period. So when it comes as a question, you should not be confused with any other activity. Period just means a comma. A full stop.